സുദർശൻ സാറിനെ കുറിച്ചിട്ട് 2 വാക്ക് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഉദ്ഘാടനത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടേ. ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടത് 1 മാസം മുമ്പാണ്. അന്ന് ഇത്ര സൗന്ദര്യം ഇത്ര തന്നെ ഉണ്ടായിരുന്നു. മോശമൊന്നുമല്ല, മിടുക്കനായിട്ടായിരുന്നു അവിടെ ഇരുന്നത്. ഞാൻ മുറിയിൽ കരുതിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കവിതകൾ എനിക്ക് എടുത്തു തന്നു. പഴയ കാലഘട്ടത്തിലെ കവിതാ പുസ്തകം തന്നു. ഞങ്ങൾ തമ്മിൽ ഏകദേശം 1.5 മണിക്കൂറോടെ സംസാരിച്ചു. ഈ ഭാഷയും പ്രണയവും സ്നേഹവും സംസ്കാരവും ഒക്കെ ഒരുപാട് സംസാരിച്ചു. അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത്, ഞാൻ അദ്ദേഹത്തിനോട് ഒരു കാര്യം എപ്പോഴേ പറഞ്ഞു, താങ്കളെ ഞങ്ങളൊരു അഡീഷണൽ സെക്രട്ടറി എന്നുള്ള നിലക്കല്ല കാണുന്നത്. താങ്കൾ മലയാളികളുടെ ഒരു പൊന്നോമനയാണ്. എനിക്ക് നിങ്ങളെ അങ്ങനെ കാണാൻ വസ്തുക്കളെ ഞാൻ പലപ്പോഴും വിലവെക്കാറില്ല. അതിലേക്കാളേറെ വില വയ്ക്കുന്ന ഒരു പാണ്ഡിത്യമുണ്ട്, ഒരു സംസ്കാരത്തിന്റെ തിടമ്പുണ്ട്. മനുഷ്യൻ ചോദിച്ചു വാങ്ങിയിരിക്കുന്ന സ്നേഹശാഠ്യങ്ങളുടെ പണിപ്പുരയിൽ ഇരുന്നു കൊണ്ട് മനുഷ്യവർഗത്തിന് വേണ്ടി സംസാരിക്കുന്ന വലിയൊരു കഥാപ്രസംഗം നടത്തുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. ഭാഷ കൊണ്ട് സംഗീതശാസ്ത്രത്തെ പോലും രചിക്കാറുണ്ടെന്ന് അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ ഞാൻ യാത്ര ചെയ്തപ്പോൾ മനുഷ്യന്റെ ഭാവനകളിൽ എവിടെയൊക്കെയോ വേദനകളുടെ സാക്ഷാത്കാരങ്ങൾ തേടി പോകുന്ന വലിയൊരു എഴുത്തുകാരനായി, ഒരു കവിയായി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനായ ശ്രീ കെ ജയകുമാർ അവരോട് ഞാൻ നന്ദി. ഡൽഹിയിലെ ഒരു സ്ഥലത്ത് അദ്ദേഹം പോകുമ്പോൾ നീല കുറിഞ്ഞികൾ പൂക്കുന്ന നേരത്ത് നിന്ന് എഴുതിയപ്പോൾ, കുടജാദ്രിയിൽ നിന്ന് എഴുതിയപ്പോൾ നിങ്ങളുടെ ഭാഷയുടെ സൗന്ദര്യത്തിലാണ് ഞാൻ നിങ്ങളെ ദർശിക്കുന്നത്. ഒരു IAS പദവിയിലല്ല, മനുഷ്യനെ മനസ്സിലാക്കുന്നതിലാണ്. ആ പദവി നിങ്ങൾക്കൊരു അലങ്കാരമാണ്, അസ്ഥിക നിങ്ങൾക്കൊരു അലങ്കാരമാണ്. പക്ഷേ അതിനപ്പുറമാണ് മനുഷ്യത്വം. അതുള്ള നിങ്ങളെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് കിട്ടിയത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സർ. നിങ്ങൾ എന്നും മനുഷ്യനെ സ്നേഹിക്കുന്ന വലിയ കലാകാരനായി എന്നെ കുറിച്ച് ആമുഖമായി വളരെ നല്ല വാക്കുകൾ പറഞ്ഞ ശ്രീ ഡോക്ടർ പീയൂഷ് നമ്പൂതിരിക്കും അഭിർപ്പാടിനും നമ്മുടെ DMOയ്ക്കും ഡോക്ടർ രവികുമാറിനും ഇവിടെ ഇരിക്കുന്ന ആചാര്യ പദത്തിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും പ്രണാമങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം നിങ്ങൾക്കും എൻ്റെ സ്നേഹപൂർവകമായ വന്ദനം അറിയട്ടെ. ഒരു പ്രഭാഷണത്തിന് ഒട്ടും തന്നെ ആശാസ്യമായ സമയമല്ലത്. 1:10 നട്ടുച്ചയ്ക്ക് 1:10 നിങ്ങൾ ഫ്രഷായിട്ട് വന്നതുമല്ല. 9:30 മണിക്ക് തന്നെ ഇവിടെ പ്രഭാഷണങ്ങൾ ആരംഭിച്ചു അല്ലേ? നമ്മുടെ ഈ ഇന്നത്തെ കാലത്തെ ഏറ്റവും അധികം മനുഷ്യൻ വെറുക്കുന്ന ഒന്നാണ് പ്രഭാഷണം എന്ന് നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയാവുന്നതാണ്. പണ്ടൊരു പ്രഭാഷകൻ ഇടയ്ക്ക് കുറേ നേരം കഴിഞ്ഞ് വാച്ച് നോക്കിയപ്പോൾ ആരോ പറഞ്ഞു കലണ്ടറിലോട്ട് നോക്കാൻ. വേറൊരു പ്രഭാഷകൻ സംസാരിച്ചുകൊണ്ടിരിക്കെ കുട്ടി കരയാൻ തുടങ്ങി. ഉടനെ അമ്മ കുട്ടിയെ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകാൻ ഒരുങ്ങിയപ്പോൾ ഉദാരമനസ്കനായ പ്രഭാഷകൻ പറഞ്ഞു, വേണ്ട, കുട്ടിയുടെ കരച്ചിൽ എനിക്കൊരു ശല്യമല്ലായിരുന്നുള്ളൂ. കുട്ടിയുടെ അമ്മ പറഞ്ഞു, പക്ഷെ കൊച്ചിന് വലിയ ശല്യമാണ്, ഞങ്ങൾ പോകും. ഒരു നേതാവരുടെ പ്രസംഗം വന്നപ്പോൾ ആരുമില്ല. നേതാവ് ക്ഷുഭിതനായി. നേതാക്കന്മാരല്ലേ, ഇവർ വരുമ്പോൾ പ്രഭാഷണം കേൾക്കാൻ ആളുണ്ടാവണം. സംഘാടകന്മാരോട് കയർത്തുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഞാൻ വരുന്നവരെ നിങ്ങൾ അറിയിച്ചില്ലേ? സംഘാടകരുടെ ഭയഭക്തിയോട് പറഞ്ഞു, ഞങ്ങളാരെയും അറിയിച്ചില്ല, പക്ഷെ അവരെങ്ങനെയോ അറിഞ്ഞെന്ന് തോന്നുന്നു. വേറൊരാള് ഒരു മൈതാനത്ത് വന്ന് രാവിലെ തൊട്ട് പാന്റ് ഷർട്ടും ഇട്ടിരിക്കുകയാണ്. അവിടെയുള്ള കല്ല് പുല്ല് എല്ലാം മാറ്റുകയാണ്, മുട്ട അതൊക്കെ. വളരെ അതാണ് അവിടുത്തെ സംസ്കാരം എന്ന് പറയുന്നത്. വെറുതെ ജീവിതം നയിക്കുന്ന ആളാണെന്ന് അയാളുടെ വേഷധാനത്തിൽ തന്നെ അറിയാം. അപ്പൊ ആളിൽ ചെന്നിട്ട് ഒരാളെ എന്നിട്ട് പറഞ്ഞു, ചോദിക്കാൻ ആളൊക്കെ ഒരു മടി. എന്നിട്ട് ഉച്ച കഴിഞ്ഞു, രാവിലെ തുടങ്ങിയാണ്. അപ്പൊ ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു സേവനാണ്, ഗാന്ധിയനാണോ? ഞാൻ അതുകൊണ്ടല്ല, എനിക്ക് നാളെ ഇവിടെ ഒരു പ്രസംഗമുണ്ട്, ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ ദോഷമാണ്. ഇവിടെ ഗംഭീരമായ ചർച്ചകൾ നടത്തിയിരിക്കുന്നു.
ചോറ് പാകമായോ എന്നറിയാൻ അതിലെ ഓരോ അരിയും എടുത്ത് ഞെക്കേണ്ടതില്ല എന്ന് പറയുന്നത് പോലെ അവസാനം കേട്ട വെട്ടം പ്രൈമറി സെന്ററിൽ നിന്ന് വന്ന പ്രസന്നന്റെ പ്രഭാഷണം തന്നെ അദ്ദേഹത്തെ കൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തിക്കണ്ടേ. പ്രസന്നൻ ഒന്നും ആവാതെയാണ് ഇരുന്നത്. പ്രസന്നൻ ഒന്നും ആയില്ല. ഇതെല്ലാം പറയാനുണ്ട്. അദ്ദേഹം വന്ന PSCയുടെ പേര് പോലെ തന്നെ ഒരു വെട്ടവും പ്രകാശവും പ്രകാശത്തിന്റെ പ്രഭാരശ്മികളും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുവാൻ എനിക്ക് സന്തോഷം. ടീച്ചർ പറഞ്ഞ എന്താണ്? ഈ ചർച്ചാ സമ്മേളനങ്ങളെ കുറിച്ചെല്ലാം പണ്ടൊരു ദാർശനികൻ പറഞ്ഞ വാചകമാണ് ടീച്ചർ കോട്ട് ചെയ്തത്. വാദിക്കാനും ജയിക്കാനും അല്ല നാം വേദി തീർത്തതി അദ്വൈത ഭൂമിയിൽ ഭാരമിങ്ങറിയാനും പരസ്പരം നേരറിയിക്കാനും അണഞ്ഞിതു. ശ്രീനാരായണ ഗുരുദേവനാണ് ആലുവയിലെ സർവമത സമ്മേളനത്തിന്റെ നടപ്പന്തലിൽ എഴുതി വെച്ച മുഖവാചകമാണ് അവർ ഭംഗ്യന്തരേണ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആരും വാദിക്കാനല്ല, ആരും ജയിക്കാൻ വേണ്ടിയല്ല, പരസ്പരം അറിയാവുന്ന നേരുകളെ ഹൃദയപൂർവ്വം സുതാര്യമായി പങ്കുവയ്ക്കുവാനുള്ള അനശ്വരമായ അപൂർവമായ അസാധാരണമായ ഒരു വേദിയാണ് ഇത്. മലയാളത്തെ കുറിച്ച് എന്തെല്ലാമാണ് പറഞ്ഞത്? വളരെ മനോഹരമായ വളരെ സാരഗർഭമായ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഞാൻ ആ ഔദ്യോഗിക ഭാഷയിലേക്ക് ഒന്ന് സ്പർശിച്ചിട്ട് വേറെ പോകാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ഔദ്യോഗിക ഭാഷയെ കുറിച്ച് നമ്മൾ ഇതുവരെ സംസാരിച്ചു. ഔദ്യോഗിക ഭാഷ മലയാളമാക്കുമ്പോൾ ഈ ഗവൺമെന്റ് വിഭാവന ചെയ്യുന്ന ഒരു വലിയ ആശയമുണ്ട്. അത് ഫയലുകളെല്ലാം മലയാളത്തിൽ എഴുതണം എന്നുള്ളത് അതിന്റെ ഒരു വശം മാത്രമാണ്. അതിനപ്പുറത്ത് നമ്മുടെ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പതാകകളെ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്ന ഒരു പരമമായ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഓരോ സമ്മേളനത്തിലും ആ പ്രദേശത്തെ ആ ദേശത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരനെ ആദരിച്ചുകൊണ്ടുകൂടി വേണം അത്തരം സമ്മേളനങ്ങൾ നടത്തേണ്ടത് എന്ന് പറയുന്നത്. ആചാര്യന്മാരെയും എഴുത്തുകാരെയും രചനയുടെ പുതിയ തലങ്ങളിലേക്കും കടന്നു വരുന്ന പ്രതിഭകളെയും എല്ലാം ആദരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും അവർക്ക് എല്ലാവിധമായ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ട് വേണം ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. ഇതിന് എനിക്ക് ഈ നമ്മുടെ DMOയോടും ഇവിടുത്തെ ഈ ആരോഗ്യവകുപ്പിന്റെ അധികാരികളോടും ഇതിന്റെ സംഘാടകരോടും അത്യധികമായ സ്നേഹവും അവരോട് കടപ്പാടും തോന്നുകയാണ്. ഇത്രയും മനോഹരമായി അർത്ഥപൂർണമായി ഇത് സംഘടിപ്പിച്ചത്. വിശേഷിച്ചും ഈ ഹാൾ, ഏതാണ് ഈ ഹാൾ? KP കേശവമേനോൻ ഹാൾ. തന്നെയല്ല, ഈ ഹാളിൽ ആരൊക്കെയാണ് നിരന്നിരിക്കുന്നത്? എഴുത്തുകാർ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രദേശത്തിന്റെ വിളക്കുമാടങ്ങളാണ്. അവർ സംസ്കാരത്തിന്റെ ദീപശിഖകൾ പേറുന്നവരാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇടി മുഴങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇടി മുഴങ്ങുന്നതിന് തൊട്ട് മുമ്പ് മിന്നൽപ്പിണറിനെ ദർശിക്കുവാൻ കഴിയുന്ന അസാധാരണമായ വൈഭവമുള്ളവരാണ് എഴുത്തുകാർ. മിന്നലും വന്നതിന് ശേഷം മിന്നിയോ എന്ന് ചോദിക്കുന്നവരല്ല എഴുത്തുകാർ. തിക്കൊടിയൻ, MV ദേവൻ, പാല, OV വിജയൻ, MT വാസുദേവൻ നായർ, മുകുന്ദൻ, അഗിതം, അങ്ങനെ പോകുന്നു. വിഷ്ണുനാരായണ നമ്പൂതിരിയിലൂടെ ആ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട എഴുത്തിന്റെ നിത്യ പ്രോജ്വലമായ നില, അത്തരം ഒരു സാന്നിധ്യത്തിലാണ് ഈ ചർച്ച നടക്കുന്നത്. അതിന് ഈ വേദി തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും ഈ സംഘാടകത്വത്തിന് മുമ്പിൽ ശിരസ് നമിക്കുകയാണ്. ഔദ്യോഗിക ഭാഷയിൽ നിങ്ങൾക്ക് സംശയമുള്ള കുറെ വാക്കുകൾ, എനിക്ക് ഏറ്റവും വലിയ തമാശയായിട്ട് തോന്നുന്നത് എത്രയോ വർഷങ്ങളായി ഔദ്യോഗിക ഭാഷയെ കുറിച്ചും മലയാളത്തെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ആളുകൾ എവിടെ നിന്നോ ഒരു സ്വിച്ച് കൊണ്ടുവരും. സ്വിച്ചിനെ വിടുക. ഭാഷ വളരുന്നത് എങ്ങനെയാണ്? ഭാഷ പൂത്ത്, വികാരം തളർത്ത്, ഭാവനയ്ക്ക് പുളകം കിളിർത്ത്, അങ്ങനെ ഭാഷ വളർന്ന് നമ്മുടെ ചോരയുടെ ഒഴുക്കിന്റെ സാന്ദ്രതയായി മാറുകയാണ്. ഭാഷ പുഷ്പിക്കുകയാണ്. ഭാഷ പുഷ്പിക്കുന്നത്, ഭാഷയിലെ പുഷ്പങ്ങൾ എല്ലാം നമ്മൾ ഈ ഒട്ടുമാവ് ഉണ്ടാക്കുന്നത് പോലെ അല്ലെ, പലതരം ഭാഷകളിൽ നിന്ന് പുതിയ വാക്കുകൾ പൂത്തുവരികയാണ്. ഇവിടെ പറഞ്ഞുവല്ലോ, ഇവിടെ പറഞ്ഞ പല വാക്കുകളും പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് അല്ലെ. പോർച്ചുഗീസുകാർ, അറബികളുടെ സംഭാവന നമുക്കുണ്ട്. അവർ സുഗന്ധദ്രവ്യങ്ങളുമായി ഇങ്ങോട്ട് വന്നപ്പോൾ, അവരിവിടെ വന്ന് ഇവിടെ വ്യാപാരം നടത്തിയിട്ട് തിരിച്ചു പോയപ്പോൾ, നമ്മുടെ വിശിഷ്ടങ്ങളായ നാണ്യവിളകളുമായി തിരിച്ചു പോയപ്പോൾ അവർ ഒപ്പം കൊണ്ടുപോയത് നമ്മുടെ വിലോഭനീയമായ സംസ്കാരമാണ്.
അപ്പോൾ കൊണ്ടും കൊടുത്തുമാണ് ഭാഷ വളരുന്നത്. ഭാഷയിൽ നമ്മൾ പല വാക്കുകളും സ്വീകരിച്ചിരിക്കുന്നു, പുതിയ പുതിയ വാക്കുകൾ. ഞാൻ എല്ലാ മീറ്റിംഗിലും പറയുന്നത് പോലെ ഇംഗ്ലീഷിലെ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. നമ്മൾ കിടക്കുന്നത് ബെഡിലാണ്, നമ്മൾ പുതയ്ക്കുന്നത് ഷീറ്റാണ്, നമ്മൾ പല്ല് തേക്കുന്നത് ബ്രഷ് കൊണ്ടാണ്. അപ്പൊ എല്ലാ ശരീരം വൃത്തിയാക്കുന്ന സോപ്പ് കൊണ്ടാണ്. പയറുപൊടി കൊണ്ട് ശരീരം വൃത്തിയാക്കുന്നവരെ വീട്ടിൽ നിലനിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുടുംബാംഗങ്ങൾ. അപ്പൊ ആ തരത്തിൽ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ആ മട്ടിലാണ്. അതുകൊണ്ട് ജീവിതം മാറിപ്പോയിരിക്കുന്നു. ജീവിതം മാറിപ്പോകുമ്പോഴും നമുക്ക് നമ്മുടേതായ ഭാഷയുടെ സൗന്ദര്യത്തെയും അതിന്റെ ദീപ്തിയെയും അതിന്റെ മോഹനമായ പദാവലികളെയും മാറോട് ചേർക്കുവാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ഭാഷയോട് നീതി പുലർത്തുന്നു എന്നും പറയാൻ കഴിയും. നാളൊരാൾ വന്നിട്ട് ചോദിച്ചു, അത് ആളുകൾക്ക് സംശയമാണ്, മലയാള പദത്തിലാണ് സംശയം, ഉരുത്തിരിഞ്ഞു എന്നാണോ അതോ ഊരിത്തിരിഞ്ഞു? എങ്ങനെ? അല്ല, അത് ഈ ചർച്ചയിൽ ഊരിത്തിരിഞ്ഞതാണോ അതോ? എന്തായാലും അത് തിരിഞ്ഞു വന്നല്ലോ, അല്ലേ? അത് തിരിഞ്ഞു വന്നല്ലോ എന്നുള്ളതാണ്. അപ്പോ മലയാളത്തോട് എനിക്കാണെങ്കിൽ അദമ്യമായ പ്രണയമാണ്. നമ്മുടെ DMO പറഞ്ഞതുപോലെ, DMO പ്രണയം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഒരു DMOയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ വാക്കാണ്. പക്ഷെ DMOയ്ക്ക് ഏത് വാക്ക് ഉപയോഗിക്കാം എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ ഇന്നലെ ഒരു മീറ്റിംഗിൽ പറഞ്ഞതാണ്, ഈ പ്രണയം എന്ന വാക്കിനെ പകരം വയ്ക്കാൻ ഒരു വാക്കില്ല. പ്രണയം എന്ന വാക്കിന് പകരം വയ്ക്കാൻ ഒരു വാക്കില്ല. പ്രണയം അത്രേ, ഓരോ പ്രണയവും ഓരോ വിപ്ലവമാണെന്ന് പറഞ്ഞത് ആരാണ്? ഒരു വിദേശ സാഹിത്യകാരനാണ്. ഓരോ പ്രണയവും ഓരോ വിപ്ലവമാണ്. പ്രണയം ധീരമാണ്, പ്രണയം മധുരമാണ് എന്ന് പറഞ്ഞത് പബ്ലോ നെരൂദ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തിരുനെല്ലൂർ കർണാകരൻ പറഞ്ഞിട്ടുണ്ട്. തിരുനെല്ലൂർ കർണാകരൻ മലയാളത്തിൽ ഇത്രയും ലളിത സുന്ദരമായ പദങ്ങൾ കൊണ്ട് കവിതകൾ എഴുതിയ തിരുനെല്ലൂർ കർണാകരൻ, അദ്ദേഹത്തിന്റെ റാണി നിങ്ങൾ വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മലയാളികൾ എന്ന അർത്ഥത്തിൽ നിന്ന് ഒരു അംശം കുറഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം റാണി എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് വായിക്കുക. ഇന്ന് വായിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് റാണിയിലെ എനിക്കറിയാവുന്ന വരികൾ ഞാനൊന്ന് ഒരു സാമ്പിളിന് പറഞ്ഞു പോകാം. റാണി ആരംഭിക്കുന്ന ഒരു പ്രകൃതി വർണ്ണനയിൽ നിന്നാണ്, അഷ്ടമുടിക്കായലിന്റെ വർണ്ണനയിൽ നിന്നാണ്. ഗ്രാമീണ ഭംഗിതൻ പൂവണി പച്ചില പോർമുല കച്ചയിലെങ്ങാൻ വൃശ്ചിക കാറ്റുന്നു കൈവയ്ക്കാൻ നോക്കുകിൽ പ്രക്ഷുബ്ധമായിടും കായൽ. കായലിനെ ഇനി വർണ്ണിക്കാൻ പറ്റും. ഗ്രാമീണ ഭംഗിതൻ പൂവണി പച്ചില പോർമുല കച്ചയിലെങ്ങാൻ വൃശ്ചിക കാറ്റൊന്നു കൈവയ്ക്കാൻ നോക്കുകിൽ പ്രക്ഷുബ്ധമായിടും കായൽ. കായലിൻ മാറിൽ അലിഞ്ഞു ചേർന്നിടുവാനായുന്ന കാനന ചോല. ചോലയും കായലും പുൽകവേ പുഞ്ചിരിച്ചാർത്തിടും പൂന്തിരമാലമേൽ നിർക്കിളിച്ചാർത്ത് പോൽ നീന്തും 1000 തോണി. ആ തോണിയിൽ ഒന്നിൽ മതാലസയാം ജലദേവത പോലെ പോവും റാണി. ചിത്രചലനം ഗ്രാമ പശ്ചാത്തലം ചിത്രത്തിലാക്കുവാൻ മേല. ഭാവനയ്ക്കപ്പുറം നിൽക്കുമാ സൗഹൃദം പാടി പുകഴ്ത്തുവാൻ മേല. ഗ്രാമീണ സൗന്ദര്യത്തെ, അഷ്ടമുടിക്കായലിന്റെ ഭംഗിയെ, അതിന്റെ നിത്യനൂതനത്വത്തെ ഇത്ര ആർജവത്തോടെ വർണ്ണിച്ച ഒരു കവിയില്ല. അതാണ് മലയാളത്തിന്റെ ലളിത ഭംഗികൾ എന്ന് പറയുന്നത്. ലളിതമായി മലയാളം എഴുതുക, ലളിതമായ പദങ്ങൾ കൊണ്ട് മലയാളത്തെ ആവിഷ്കരിക്കുക. ഇപ്പൊ പല മീറ്റിങ്ങുകളിലും സിനിമാ ഗാനങ്ങൾ കൊണ്ടാണ് പലരും പ്രസംഗിച്ചത്. മലയാള ഭാഷ തൻ മാദക ഭംഗികൾ മലർമന്ദഹാസമായി വിടർന്നെങ്കിൽ അത് കൊള്ളാം. പക്ഷെ കവിതകളുണ്ട് മലയാളത്തെ കുറിച്ച്. ആ കവിതകൾ നമ്മൾ അകന്നു പോയിരിക്കുന്നു. പിന്നെ മാമലകൾക്കപ്പുറത്ത്, മലയാളം എന്ന് പറയുമ്പോൾ മല അധികം ആഴം എന്നാണ്, മലയും സമുദ്രവും ചേരുന്ന ഒരു സ്ഥലം, ഒരു ഭൂവിഭാഗം എന്നാണ്. അതുകൊണ്ടാണ് മാമലകൾക്കപ്പുറത്ത് മരതക പട്ടെടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് എന്ന് പാടിയത്. അത് എത്ര സുന്ദരമായ കൽപ്പനയാണ് അല്ലേ? നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് അല്ലെ? ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോഴും ഓടി നടക്കുന്ന, അസ്വസ്ഥയായി നടക്കുന്ന ഒരു പെണ്ണുമുണ്ട് എന്ന് പറയുമ്പോൾ മലയാളം അവിടെ പൂർണ്ണമാവുകയാണ്. മലയാളം നമ്മളുടെ ഏറ്റവും അഭിമാന ജ്യോതിസായ ഭാഷയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ മോട്ടിവേഷണൽ ക്ലാസ്സുകളൊക്കെ പോകുന്ന സമയത്ത് അവിടെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ട്രെയിനേഴ്സ് ഉണ്ട്, ഇന്റർനാഷണൽ ട്രെയിനേഴ്സ് ഉണ്ട്. അവര് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ജീവിത വിജയത്തിന് വേണ്ടി നമ്മളിൽ ഇങ്ങനെ അടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ഒതുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ മടങ്ങിക്കിടക്കുന്ന നമ്മുടെ ഈ ചോദനകളെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത് വിദേശ കൊട്ടേഷൻസ് ആണ്. Goods are lovely, dark and deep.
റോബർട്ട് ഫ്രോസ്റ്റിന്റെ വരികൾ, റോബർട്ട് ഫ്രോസ്റ്റിന്റെ പ്രകൃതി കവിയായ റോബർട്ട് ഫ്രോസ്റ്റിന്റെ വരികൾ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ജലസരി താളുകളിൽ തന്റെ അന്ത്യദിനത്തിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കുറിച്ചിട്ട വരികൾ. നേരം പുലർന്ന് അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് അവസാനം എഴുതിയ ഡയറിയിലെ താള് നോക്കുമ്പോൾ അതിൽ അദ്ദേഹം എഴുതിയിട്ടത് ഫ്രോസ്റ്റിന്റെ വരികളാണ്. Woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. Coming to the is a beginning എന്ന് പറയും. ഹെൻറി ഫോർഡാണ് പറഞ്ഞത്, അല്ലേ? അപ്പോ ഇത്തരം വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട്, ഇത്തരം വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, ഇത്തരം വിദേശ നിർമ്മിത വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ട്രെയിനേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ മലയാളത്തിലെ കവിതകൾ ഉദ്ധരിച്ചുകൊണ്ട് അവരെ ഉദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും അവർ വല്ലാതെ പ്രചോദിതരാകുകയും ചെയ്തു. നമ്മുടെ ചങ്ങമ്പുഴയുടെ രണ്ട് വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കുന്നതാണ്. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ പങ്കിടും. എന്തൊരു വെല്ലുവിളിയാണ്, എന്തൊരു ശക്തമായ ഭാഷയാണ്. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ പങ്കിടും. അത് നമ്മളുടെ മോട്ടോ, നമ്മുടെ പ്രതിജ്ഞാവാചകമാക്കുക. ജീവിതത്തിലെ പ്രതിസന്ധികളും ജീവിതത്തിലെ പ്രതിരോധങ്ങളായ ഘട്ടങ്ങളും ജീവിതത്തിന്റെ പ്രതിഷേധവും നമ്മുടെ നേർക്ക് ഉയരുമ്പോൾ നമ്മൾ ചങ്ങമ്പുഴയുടെ വാക്യം ആത്മവീര്യമായി അതിന്റെ അഗ്നി പടർത്തുക. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ പങ്കിടും. ശരി, എന്താണ് പറഞ്ഞത്? കുഴിവെട്ടി മൂടുക വേദനകൾ കൂത്തിക്കൊള്ളുക ശക്തിയിലേക്ക് നിങ്ങൾ. ഇതിൽ വലിയ അങ്കലേയ വചനങ്ങളുണ്ടോ? ഞാൻ ആംഗല ഭാഷയെ ഒന്നടങ്കം പ്രതിപക്ഷത്ത് നിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ, മലയാളത്തിലെ ഇപ്പോൾ ഞാൻ ഉദ്ധരിച്ച ഈ രണ്ട് പദ്യങ്ങൾക്കും നേർക്ക് ശക്തിയോടെ എതിർത്ത് വരുവാൻ കെൽപ്പുള്ള, ത്രാണിയുള്ള, ശക്തിയുള്ള വാചകങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? തീർന്നില്ല. വള്ളത്തോടെത്താ പറഞ്ഞത്. എത്തേണ്ടതാമിടത്തെത്തിയാലും ശരി, ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ട് തന്നെ നടക്കും. ഞാൻ മുന്നോട്ട് തന്നെ നടക്കും, വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടി മതിച്ച് എന്നാണ്. ഇതിലും ശക്തമായ വാക്യങ്ങളുണ്ടോ? നമ്മൾ നമ്മുടെ ഭാഷയെ വിട്ടുപോകുന്നു, മറന്നു പോകുന്നു. ഇതിലും ശക്തമായ വാചകങ്ങളുണ്ടോ? സങ്കല്പങ്ങളുണ്ടോ? ഭാവനകളുണ്ടോ? കൽപ്പനകളുണ്ടോ? എത്തേണ്ടതാമിടത്തെത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ട് തന്നെ നടക്കും, വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടി മതിച്ചു. ലളിതസുന്ദരമായ പദങ്ങൾ മാത്രമല്ല, ആത്മാവിൽ അഗ്നി പടർത്തുന്ന അതിതീക്ഷ്ണമായ തിരുച്ചലങ്ങളായ പദങ്ങളും പദാവലികളും പദ്യങ്ങളും അടങ്ങിയ നമ്മളുടെ ഭാഷ നമുക്ക് അഭിമാനത്തിന്റെ എല്ലാ സ്തംഭങ്ങളും സമ്മാനിക്കുന്ന വിശുദ്ധമായ ഭാഷയാണ് എന്ന് പ്രഖ്യാപിക്കുവാനും ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. ഉച്ചയായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ കൈയടിക്കാത്തതെന്ന് എനിക്കറിയാം. കൈയടിക്കുന്നത് ഞാനപ്പോ സീരിയസ് ആയി പോയി. കാരണം നമ്പൂതിരി അദ്ദേഹം എന്നെ ഇങ്ങനെ പറയുകയും ഞാനത് കേൾക്കുകയും ഉച്ചസമയത്ത് നിങ്ങളുടെ ഈ ഒരു ആവേശമൊക്കെ കാണുകയും ചെയ്തു. ചെറിയ ആവേശമൊന്നും പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എന്റെ പഴയ 23ാമത്തെ വയസ്സിലേക്ക് ഞാൻ തിരിച്ചുപോയി. ഏത് വയസ്സിൽ നമ്മള് പല ക്ലാസ്സുകളും ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഈ ഭാഷാ പരിജ്ഞാന ക്ലാസ്സുകൾ നടത്തണം. ഞങ്ങളുടെ ഒരു നിർദ്ദേശമായിരുന്നു ഭാഷാ പരിജ്ഞാന ക്ലാസ്സുകൾ. അത് ആരെ കൊണ്ട് നടത്തും? ഭാഷാ പണ്ഡിതന്മാരെ കൊണ്ട് നടത്തുക. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളില്ലേ, അതൊക്കെ ചോദിക്കാൻ പലത് പറഞ്ഞു തരും. അപ്പോ ഇവിടെ അത് എനിക്ക് വളരെ സന്തോഷം തോന്നിയതാണ്. ഇവിടെ അത് പൂർണ്ണമായ അർത്ഥത്തിൽ അത് സംഭവിച്ചു. ഒരിക്കൽ കൂടി ഞാൻ നമിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച്, അത് അരോചകമെന്ന് വിചാരിച്ച് ഞാൻ സൈലന്റ് ആയിട്ട് നമിക്കുകയാണ്. ഞാൻ ടീച്ചറായാലും ശരി, സാറായാലും ശരി, വളരെ നല്ല രീതിയിൽ അത് പറഞ്ഞു തന്നു. അത് എനിക്ക് കൂടുതൽ സ്നേഹം തോന്നാൻ കാര്യം, ഞാനിത് പറഞ്ഞതിന് ശേഷം ഒരു പ്രിൻസിപ്പൾ, ഏത് കോളേജിലാണെന്ന് ഞാൻ പറയുന്നില്ല, തിരുവനന്തപുരത്തല്ല, മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, സാറല്ലേ പറഞ്ഞത് ഈ വൈയാകരണന്മാരെ വിളിച്ച് ഭയങ്കര വയ്യാവേലിയായിട്ട്. ഞാൻ പറഞ്ഞു, എങ്ങനെ? നമ്മൾ ഒരു ഫണ്ടൊക്കെ നോക്കി, ഇവിടുത്തെ ഒരു മൂടല്ലല്ലോ, ഓഫീസിൽ ഫണ്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പ്ലാൻ ഫണ്ടിന്റെ റിവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പ്രിൻസിപ്പൾ വന്നിട്ട് അവര് വളരെ ചൂടായിട്ട് വരികയാണ്. സാറ് പറഞ്ഞിട്ട് ഒരു വയ്യാകരണ വിളിച്ച് അയാൾ ഇനി ഉണ്ടാക്കാൻ വയ്യാവേലിയില്ല, ഒരു കോളേജിലെ അധ്യാപകനാണ്. സംഭവം എന്താണെന്ന് ചോദിച്ചാല് അദ്ദേഹം വന്നിട്ട് എവിടെ നിന്നോ കുറെ ഫലിതങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ഈ ആളുകളെ കയ്യിലെടുക്കുന്ന ഫലിതം വേണമല്ലോ. എന്താണ് കുച്ചന്റെ പേര് പറഞ്ഞത്? ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കും, ആയതല്ലെന്നാൽ തിരിക്കും എന്നും പറഞ്ഞിരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അമ്പ്യാദശ
അപ്പൊ അതുകൊണ്ട് ചിരിക്കുന്ന കഥ വേണമെന്ന് പറഞ്ഞായിരിക്കാം അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹം അവിടെ പറഞ്ഞത് ഈ തമാശകളൊക്കെയാണ്. അപ്പൊ തമാശ പറഞ്ഞു പറഞ്ഞാൽ അത് അതിൽ വിട്ട് പോവുകയും ചെയ്തു. അതാണ് ഈ പ്രിൻസിപ്പൽ ചൂടായി നിൽക്കുന്നത്. അവരിപ്പോ എന്റെ പേരിലാണ് 1-ാം പ്രതിയായിട്ട് കേസെടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ പറഞ്ഞത് അദ്ദേഹം പല ഫലിതങ്ങളും പറഞ്ഞു. ഇപ്പൊ പഴയ അച്ഛന്റെ ഷർട്ടാണ്, അച്ഛന്റെ പഴയ ഷർട്ടാണ് 2 ദിവസം പോലീസുകാരുടെ സഹായത്തോടെ ഗർഭിണിയായ യുവതിയെ കൊണ്ടുപോയി ഇവിടെ ഭാഷ പഠിപ്പിച്ച യാതൊന്നുമില്ല. അപ്പൊ ആളുകൾക്ക് സംശയമായി ഇവിടുത്തെ പോലീസുകാരുമാണ്. അപ്പൊ ഇതൊക്കെ അവിടെ അവരത് അറിയാതെ നിന്ന് നന്നായി. ഇങ്ങനെ പലതും കാണാതായ ഗോപാലപിള്ളയുടെ ആടിനെ കിട്ടിയത് ആടാണ് കാണാതായത്. ഒടുവിലൊക്കെ അവിടെ നിന്ന് VKN ഫലിതങ്ങളിലേക്ക് കയറിയിരുന്നു. വല്ല ആവശ്യമുണ്ടോ? VKN എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അത് നല്ല കോൺടെക്സ്റ്റിൽ എഴുതിയതാണ്. അതായത് ഒരുത്തൻ എന്താണ് കാലയവനികയ്ക്കുള്ളിൽ കന്യാകുമായി പറഞ്ഞാണ്, കാലയവനികയ്ക്കുള്ളിൽ അയാൾ മറയുന്നില്ല എന്നതിന്റെ ഉള്ളിൽ ചവിട്ടി അതിനകത്തോട്ടിട്ടത്. കാലയവനികയ്ക്കുള്ളിൽ കിഴക്ക് വെള്ളം കയറുന്ന സൗണ്ട് കേട്ട് ഞെട്ടി ഉണർത്തുന്നു. പിന്നെ അദ്ദേഹം യമകാലങ്കാരത്തിന്, യമകം എന്ന് പറഞ്ഞാൽ അലങ്കാരമില്ലേ, അക്ഷരക്കൂട്ടം ഒന്നായിട്ട് അർത്ഥം ഭേദിച്ചിടുമ്പടി ആവർത്തിച്ചു കഥിച്ചിടിൽ യമകം പല മാതിരി. അങ്ങനെയാണ് ഞങ്ങളെയൊക്കെ സാറുമാർ പഠിപ്പിച്ചത്. എന്ന് വെച്ചാൽ ഞാൻ MA ഒന്നും പോയിട്ടില്ല കേട്ടോ, 10ാം ക്ലാസ് വരെയുള്ള മലയാളമാണ്. എന്നിട്ട് തന്നെ നിങ്ങളുടെ പാടിയതാണ്. അക്ഷരക്കൂട്ടം ഒന്നായിട്ട് അർത്ഥം ഭേദിച്ച് ആവർത്തിച്ച് പറയുന്നതാണ് യമകം എന്ന് പഠിപ്പിച്ചിട്ട് സാറ് പറഞ്ഞു വിറകെടുപ്പാൻ വിറകെടുത്തു വിറകെടുത്തു വിറകെടുത്തു. ഞാൻ വിചാരിച്ചു സാറിന് സമതല പോയി. ഇപ്പൊ സമതല സന്തോഷ് ട്രോഫിയിൽ മാത്രമേ ഉള്ളൂ. സമതല പോയി സാർ പക്ഷെ പറഞ്ഞു വന്നപ്പോ യമകാലക്കാരുമാണ്. എന്താണ് വിറ കെടുപ്പാൻ വിറക് എടുത്തു, വിറക് എടുത്ത് വിറ എടുത്തു. എന്നിട്ട് സാറ് രാജരാജോർമ്മ പറഞ്ഞു, അരിവൻ പടയും പടയും പരിചിനൊടിനാമൊക്കെ വെടിയും വെടിയും മുകിൽ നണ്ട് കൊടിയും കൊടിയും സുരേന്ദ്ര ദൃഷ്ടി പൊടിയും പൊടിയും. എന്റെ അർത്ഥം വിശദീകരിച്ച് ഉച്ചസമയം ഞാൻ നശിപ്പിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് പൈതങ്ങളോട് പറഞ്ഞു നിന്നപ്പോൾ പൈതങ്ങളോട്ട് പറഞ്ഞതില്ല. ചെറുശ്ശേരി പറയും പൈതങ്ങളോട് കൊച്ചുകുട്ടികളോട് സംസാരിച്ചു നിന്നപ്പോ വിശപ്പ് തങ്ങൾ അറിഞ്ഞില്ല, പൈതങ്ങളോട് പറഞ്ഞു നിന്നപ്പോൾ തങ്ങളോട്ട് പറഞ്ഞതില്ല. ഈ സാറ് ഇത്രയും ഉദാഹരണം കിടന്നിട്ട് ഈ വന്ന പയ്യാകരകൻ പറഞ്ഞെന്താന്നറിയോ, VKN ഒരു ഫലിതമാണ്, എനിക്ക് പാട്ടറിഞ്ഞുകൂടാ. പെണ്ണ് പറയാണ് എന്നെ എന്റെ പാട്ടിന് വിടുക. യമകം എനിക്ക് പാട്ടറിഞ്ഞൂടാ, എന്നെ എന്റെ പാട്ടിന് വിടുക. പാട്ടിന്റെ പേരിൽ എന്നെ പാട്ടിലാക്കാൻ നോക്കണ്ട. എന്നിട്ട് ഈ സാർ എന്തെല്ലാം പറഞ്ഞു. ഞാൻ പ്രിൻസിപ്പലിനോട് മറ്റേ പ്ലാൻ ഫണ്ട് മീറ്റിംഗ് മാറ്റി വെച്ചു, എല്ലാവരും ഇപ്പൊ വെളിയിൽ ഇറങ്ങിക്കാൻ പറഞ്ഞു. പിന്നെ എന്തൊക്കെ പറഞ്ഞു ചോദിച്ചു. സാറ് എന്തോ ഈ സാക്ഷരതാ ക്ലാസ്സിൽ എന്തോ പഠിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം സാറ് പറഞ്ഞത് ശരിയാണോ എന്ന് പറഞ്ഞില്ല. അതാണ് അവരെ ഇത്രയും പ്രകോപിപ്പിച്ചത്. എന്താന്ന് പറഞ്ഞാല് അത് എനിക്ക് പിന്നീട് മനസ്സിലായത് വേണുകൃഷ്ണൻകുട്ടി എഴുതിയ ഒരു ലേഖനമാണ്. അതൊന്നും ഇദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം വേണുകൃഷ്ണൻകുട്ടി പറഞ്ഞ് എനിക്ക് അറിയാമായിരുന്നു. അതായത് അദ്ദേഹം ഒരു സാക്ഷരതാ ക്ലാസ്സിന്റെ ഉദ്ഘാടനത്തിന് പോയി. ഉദ്ഘാടനത്തിന് പോയപ്പോ അവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടത് എങ്ങനെയാണ്, അവിടെ പഠിച്ച കുട്ടികൾ അവരുടെ പേരെഴുതുന്നു, ബോർഡിൽ എഴുതുന്നു. അപ്പോ മീനാക്ഷി എന്ന് പറയുന്ന ഒരു സുന്ദരി, അവിടെ ഉള്ളതിലൊരു സുന്ദരി, അദ്ദേഹത്തെ തന്നെയാണ് വേണുകൃഷ്ണൻകുട്ടി കുറച്ചു നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്, സമയം പോകണമല്ലോ. അപ്പോ ഈ മീനാക്ഷി ഇനി അടുത്തതായി നമ്മുടെ പേരെഴുതി കാണിക്കും. മീനാക്ഷിക്ക് അക്ഷരാഭ്യാസം അറിഞ്ഞിട്ടായിരുന്നു. അപ്പൊ മീനാക്ഷി വന്നു, പിന്നെ അവിടെ വന്ന് തിരിഞ്ഞു നിന്ന് മീനാക്ഷി എന്ന് എഴുതി. കുറച്ച് സമയം എടുത്താണ് എഴുതിയത്. വേണുകൃഷ്ണൻകുട്ടി പറയുന്നു, ഞാനത് നേരിട്ട് കേട്ടിട്ടുള്ളതാണ്, നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. തിരിഞ്ഞു നോക്കുമ്പോ മീനാക്ഷി പായും തലയണമായിട്ട് കിടക്കുന്നെന്ന് തോന്നുന്നു. അക്ഷരങ്ങൾ അങ്ങനെയാണ് എഴുതി മീനാക്ഷി. അപ്പൊ ഈ മീനാക്ഷിയെ ശ്ലാഘിച്ചുകൊണ്ട് വേണുകൃഷ്ണൻകുട്ടി, കാരണം അദ്ദേഹത്തിന് നേരത്തെ തന്നെ ശ്ലാഘിക്കാൻ തോന്നുകയായിരുന്നു, ശ്ലാഘിച്ചുകൊണ്ട് പുള്ളി സംസാരിച്ചു. ഇങ്ങനെ മീനാക്ഷി ഇപ്പൊ വളരെ ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്നു, അത് ഈ പ്രായത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, നന്നായിട്ട് എഴുതിയിരിക്കുന്നു, ഇനി എന്തെല്ലാം മീനാക്ഷി എഴുതാൻ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറെ പറഞ്ഞു കഴിഞ്ഞ് പ്രത്യേകം ഒരു ആവശ്യമില്ലാതെ ചെന്ന് അഭിനന്ദിച്ച് നന്നായി വരും എന്നൊക്കെ പറഞ്ഞാണ് പോയത്. വേണുകൃഷ്ണൻകുട്ടി പറയുന്നു, അടുത്ത ആഴ്ച അമ്പലത്തിൽ അവിടെ പോയിട്ട് പുള്ളി എന്തോ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മീനാക്ഷി എതിരെ വരുന്നു. പുള്ളി എന്നെ മുൻകൈ എടുത്ത് ചിരിച്ചു, മീനാക്ഷിയും ചിരിച്ചു. സാർ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോ വേളൂർ പറഞ്ഞു,
മീനാക്ഷിക്ക് എന്നോട് എന്തും ചോദിക്കാം, സംശയം ചോദിക്കാം, ചോദിച്ചോളുന്നു. സാറേ, ഈ മീനാക്ഷി എന്ന് എഴുതുമ്പോഴേ അതെ, ഇക്ഷ എന്ന് എഴുതുമ്പോഴേ അതെ, ഇക്ഷ എന്ന് പറഞ്ഞത് വലിയ അക്ഷരമാണല്ലോ. ഇക്ഷ എന്ന് എഴുതുമ്പോ ഈ പഠിപ്പിക്കുന്ന സാറ് ഈ കക്ഷത്ത് കൈ വെച്ചേക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിന്റെ മറുപടി പറഞ്ഞു പറഞ്ഞുകൂടാ. ഇത് ഈ സാറ് വൈയാകരണൻ മെഡിക്കൽ കോളേജിൽ ജീവനക്കാരോട് പറഞ്ഞോണ്ട് പ്രിൻസിപ്പൾ വളരെ ചൂടായിട്ട് നിൽക്കുന്നേ. ലേഡിയാണ്, ഞാനാണ് ഇതിനെല്ലാം ഉത്തരവാദി. പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നത് എസ്.കെ. പൊറ്റക്കാടിന്റെ ഒരു അനുഭവമാണ്. എസ്.കെ. പൊറ്റക്കാടിന്റെ നാടാണല്ലോ ഇത്. എസ്.കെ. പൊറ്റക്കാട് ഒരിക്കൽ ചങ്ങമ്പുഴയെ കാണാൻ പോയി. ചങ്ങമ്പുഴയെ അന്ന് എങ്ങനെയാണ് സാഹിത്യകാരന്മാർ പരസ്പരം കാണാനും പരിചയപ്പെടാനും അല്ലെ ഇഷ്ടപ്പെടുന്നവരാണ് അവർ. അദ്ദേഹം ചങ്ങമ്പുഴയെ കാണാൻ പോയപ്പോഴുണ്ട് ചങ്ങമ്പുഴ ഒരു വയൽ വരമ്പിലൂടെ അതിന്റെ ആ വയൽവരമ്പിനിടയിലൂടെയുള്ള പാതയൊക്കെ നമുക്ക് അറിയുമല്ലോ. പഴയ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. പ്രണയ രംഗങ്ങൾ മുഴുവൻ വയൽവരമ്പിലൂടെയാണ്. നായകൻ ഒരു പെട്ടിയായിട്ട് ദിവസം വരും. അപ്പൊ നായിക ഇങ്ങനെ ആടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ ഭാഗത്ത് നിൽക്കും. ഇല്ലെങ്കിൽ നായിക പെട്ടിയായിട്ട് വരും. ആരെങ്കിലും ഒരാളുടെ പെട്ടിയിലാണ്. അപ്പോ ഇങ്ങനെ അദ്ദേഹം നടക്കുന്നു, തലയിലൊരു തോർത്ത് ഇങ്ങനെ ചുറ്റി നടക്കുന്നു. ഞാനിവിടെ വായിച്ചതാണ്. അപ്പോ ഇദ്ദേഹം ചെന്ന് പറഞ്ഞു, ഞാൻ ശങ്കരൻകുട്ടി എന്നല്ലേ, എസ്.കെ. ശങ്കരൻകുട്ടി, ഞാൻ ഇങ്ങനെ എഴുതുന്ന ആളാണെന്ന് പരിചയപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താണ് കൃഷി ആണോ? അല്ല, ഞാൻ ഈ മലയാളത്തിലെ കക്ഷം എന്നൊരു പദമില്ലേ, അതിന് ലളിതമായി മറ്റൊരു പദമുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. നോക്കണം, അദ്ദേഹം ഈ കക്ഷത്തിനൊരു മറ്റൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെ. അതിനൊരു ആ പദം തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ ഇദ്ദേഹത്തിന് വൈയാകരണൻ ആ പദം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോ ഇതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. ചങ്ങമ്പുഴയുടെ കവിത എത്ര ലളിതമാണ്, ലളിത കോമളമാണ്. മലരണി കാടുകൾ തിങ്ങി പിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മെഴിയും കവർന്നു പിങ്ങി, കറയറ്റലാലസൽ ഗ്രാമഭംഗി, പുതുമൂടൽ അങ്ങനെ പോവുകയാണ്. മനോഹരമായ കവിത. അപ്പൊ ഈ നാടൻ പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. ഒരു കയ്യിൽ 4-5 പുസ്തകവും മറുകൈയിൽ ഒരു കൊച്ചു കുടയുമായി ഇതിലെ നടന്നു കടന്നു പോവാ പുതുതായി പൂ മുട്ടിട്ട മുല്ലവല്ലി എന്ന് പറയുമ്പോൾ എത്ര മനോഹരമായും മനോജ്ഞമായും എത്ര സുന്ദരമായും രമണീയമായും കമനീയമായും അദ്ദേഹം മലയാള കവിതയെ കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളത്. കുമാരനാശാൻ മോശമല്ല. സീതാവിഷ്ടയായി സീത എഴുതുമ്പോൾ അദ്ദേഹം അതിന്റെ ഒരു പ്രതി, കൈയെഴുത്ത് പ്രതി കൊണ്ടുവന്ന് A.R. രാജരാജവർമ്മയെ കാണിക്കും. A.R. രാജരാജവർമ്മയെ കാണിക്കുമ്പോൾ പുതുതായിട്ട് എഴുതിയ കവിതയാണ്, ഖണ്ഡകാവ്യമാണ്. എന്ന് വായിച്ചു നോക്കൂ. സീതയെ കുറിച്ചാണ്, സീതയുടെ മനോവ്യാപാരങ്ങളെ കുറിച്ചാണ്. വായിച്ചു നോക്കൂ. അദ്ദേഹം വായിച്ച് ഓട്ടിച്ച് വായിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു കല്യാണമാണ്. പക്ഷെ കൊള്ളിവാക്കുകൾ, അതൊരു ലോക്കൽ വാക്കായി പോയി. കൊള്ളിവാക്കുകൾ അങ്ങനെ പ്രയോഗിക്കാമോ? അതൊന്ന് മാറ്റിക്കൂടെ? അച്ഛൻ പറഞ്ഞു മാറ്റിക്കോളൂ, തമ്പുരാൻ ഇഷ്ടം പോലെ മാറ്റിക്കോളൂ, അതല്ലേ ഞാൻ കൊണ്ടുവന്നത്, മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. ആ സന്ദർഭം അതാണ്. കാരണം ഈ ലക്ഷ്മണനോട് പറയുന്നതാണ് അല്ലെ. ലക്ഷ്മണൻ ഒരു ആവശ്യമില്ലാതെ ശ്രീരാമനെ കാട്ടിപ്പോകുന്നതിന് തൊട്ട് പുറകെ ചാടി ഇറങ്ങിയ ആളാണ് ലക്ഷ്മണൻ. അതെന്തിനാണെന്ന് ഇതുവരെ ശ്രീരാമന് മനസ്സിലായിട്ടില്ല, പലർക്കും മനസ്സിലായിട്ടില്ല. സീത കൂടെ പോവാന്ന് പറഞ്ഞു. നാരിപുത്രൻ മരത്തിന് പോയാൽ പിന്നെ പുലിവാസവന്തിന് വേണ്ടി നിന്നോട് കൂടിയിട്ട് പോരുന്നു ഞാനും എന്ന് സീത പറഞ്ഞത് മനസ്സിലാക്കാം. അപ്പൊ അയാള് പറഞ്ഞു, വൈദേഹി പോരേണ്ട ബാലെ എന്ന് ശ്രീരാമനും വിളിച്ചു. കാരണം ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി. വൈദേഹി പോരേണ്ട ബാലെ, പൈതാഹ ശാന്തിക്ക് ഉപായങ്ങളില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്, മറ്റോ പറഞ്ഞില്ല. അവിടെ വെള്ളമൊന്നും കിട്ടില്ല, വലിയ ബുദ്ധിമുട്ടാണ്, കാട്ടിലോട്ടാണ് പോകുന്നത്, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് സീത ഇറങ്ങി. ഇത് രണ്ടും നമുക്ക് മനസ്സിലായി. ലക്ഷ്മണൻ ഒടുവിൽ ഒരു ഭാഗത്ത് വെച്ച് ശ്രീരാമൻ പറയുന്നുണ്ട്, ലക്ഷ്മണനെ എന്തോ കന്നന്തരം കണ്ടിട്ട്, മുമ്പേ നീ നടക്കണം, പിമ്പേ വൈദേഹി പിന്നാലെ ഞാനും, അത് മതി. ഏത് ഭാഗമാണെന്ന് പറഞ്ഞാ, അതായത് മുമ്പേ നീ നടക്കണം, നീ പറകെ നടന്നിടത്തോളം മതി, മുമ്പേ നീ നടക്കണം, പിമ്പേ വൈദേഹി പിന്നാലെ ഞാനും. അവസ്ഥ കൊണ്ട് എത്തിച്ച ആളാണ് ലക്ഷ്മണൻ. ഈ ലക്ഷ്മണനോട് ആണ് സീതയ്ക്ക് ചില സന്ദർഭത്തിൽ സ്വല്പം സ്ട്രോങ് ആയിട്ട് സംസാരിക്കേണ്ടി വന്നത്. എന്റെ പ്രിൻസിപ്പൽ എന്നോട് സംസാരിച്ചു. ആ ഭാഗം ആശൻ വന്നിക്കുകയാണ്. കുമാരനാശൻ പൊറുക്കൻ നിനയാതോതിയ കൊള്ളിവാക്കുകൾ മാറ്റാൻ പറഞ്ഞു, മാറ്റിക്കൊള്ളാനും പറഞ്ഞു. 2 ആഴ്ചകൾക്ക് ശേഷം കുമാരനാശൻ തിരിച്ചു വന്നു.
അത് തിരിച്ചു വാങ്ങാൻ. അപ്പോൾ അദ്ദേഹം പറയുന്നു, എൻ്റെ ആശാൻ, ഞാൻ വല്ലാതെ വിഷമിച്ചു പോയിട്ടു. ഞാൻ ഈ വാക്ക് മാറ്റാൻ ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് ഉറക്കമൊഴിഞ്ഞു, അതിന് പകരം ഒരു വാക്ക് കിട്ടുന്നില്ല. അവിടെ അതുപോലെ സ്യൂട്ടബിളായ അനുയോജ്യമായ ഒരു വാക്ക് കിട്ടുന്നില്ല. പുള്ളിവാക്കേ അവിടെ ശരിയാവുള്ളൂ. നോക്കണം, ലളിത പദങ്ങളുടെ ആ യുക്തതയും അതിന്റെ അമൂർത്തതയും അതാണ്. അതുകൊണ്ട് നമ്മൾ മലയാളത്തിന്റെ സൗന്ദര്യം മനസ്സിലാക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ ഒക്കെ അർത്ഥം. മനുഷ്യൻ വളരെ, നമ്മൾ മലയാളം എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു സ്ഥലമാണ്. ലോക ഭൂപടത്തിൽ നോക്കുമ്പോൾ മലയാളം വളരെ ചെറിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് അനന്തം അജ്ഞാതം അമർദ്ദനീയം ഈ ഗോളചക്രം തിരിയുന്ന മാർഗം അതിങ്കൽ എങ്ങാണ്ടൊരു മൂലക്കിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു എന്ന് ചോദിച്ചത്. നിങ്ങൾ ഈ മുളകുത്തിച്ചാട്ടം എന്ന് പറഞ്ഞൊരു മത്സരമുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്? അതിന്റെ എന്താ പറയുക? ബോൾ വള്ളം, മുളകുത്തിച്ചാട്ടം. അതിലെ ലോക റെക്കോർഡ് എന്ന് പറയുന്നത് 26 അടിയോ 30 അടിക്ക് താഴെയാണ് ലോക റെക്കോർഡ്. മുളയിൽ പിടിച്ചുകൊണ്ട് ചാടി 30 അടി പൊങ്ങി താഴെ പോകുന്നവൻ ലോക റെക്കോർഡ്. എന്റെ ചോദ്യം അതല്ല. കൊതുക് 40 അടി ഉയർത്തി പറക്കും, ഒരു റെക്കോർഡും ഇല്ല. കാക്ക അതിനേക്കാൾ മുകളിൽ പറക്കും, ഒരു റെക്കോർഡും ഇല്ല. പരുന്ത്, ഗരുഡൻ ആകാശ നീലിമയിലൂടെ അതിന്റെ അനന്ത വിസ്തൃതിയിലൂടെ ചിറക് വിരിച്ച്, കേട്ടിട്ടില്ലേ? പരുന്തും പ്ലെയിനുമായിട്ട് ഏറ്റുമുട്ടി പ്ലെയിൻ തകർന്നു എന്നൊക്കെയാണ് പറയുന്നത്, അല്ലേ? പ്ലെയിനിന്റെ ചിറകിൽ പരുന്തിന്റെ ചിറക് മുട്ടി പ്ലെയിൻ തകർന്നു, പരുന്തിന്റെ ഗതി എന്തായിരുന്നു? അപ്പോ ഇത്ര ഉയരങ്ങളിൽ പക്ഷികൾ പറക്കുന്ന ഒരു അവസ്ഥയിലാണ് മനുഷ്യനൊരു മുളയും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അതിൽ കുത്തി 26 അടി എത്തിയപ്പോൾ അയാൾ ലോക റെക്കോർഡ്. നമ്മുടെ പരിമിതികളിൽ നിന്നാണ് നമ്മൾ റെക്കോർഡുകളിലേക്ക് പോകുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ നമ്മുടെ പരിമിതികളിൽ നിന്ന്, പരിമിതികളുടെ പരിധികളിൽ നിന്ന് നമ്മൾ പരമാവധികളിലേക്ക് പോകണം. മലയാളം നമ്മുടെ പരിമിതിയായിരിക്കാം, മലയാളത്തിന്റെ ഭാഷയും അതിന്റെ പരിമിതമായ ചുറ്റുപാടുകളും നമുക്ക് ലിമിറ്റേഷൻ ആയിരിക്കാം, നമ്മുടെ പരിമിതിയായിരിക്കാം. പക്ഷെ ആ മലയാളത്തിലൂടെ തന്നെ, മലയാളത്തിന്റെ ഭാഷയും അതിന്റെ എല്ലാ സൗഷ്ഠവവും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് വിശ്വാകാശ വ്യാപ്തിയുള്ള വിജ്ഞാനത്തിന്റെ വിദൂര ചക്രവാള സീമകളിലേക്ക് പറന്നു പോകുവാൻ സാധിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്താൻ പോവുകയാണ്. ഒട്ടകപക്ഷി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, ഒട്ടകപക്ഷിക്കും ചിറകുകളുണ്ട്. പക്ഷേ ഒട്ടകപക്ഷി ഒരിക്കലും ആ ചിറകെടുക്കൊണ്ട് പറന്നതായിട്ട് പറയില്ല. ഒട്ടകപക്ഷിക്ക് ചിറകുള്ളതുപോലെ ആകരുത് മലയാളിക്ക് ഒരു മാതൃഭാഷയുള്ളത്. മലയാളിയുടെ മാതൃഭാഷ അവന് പറക്കുവാനും അവന് അനന്ത വിസ്തൃതമായ ആകാശത്തിൽ എത്തിപ്പെടുവാനും അവിടെ പുതിയ വിസ്മയങ്ങളുടെ പുതിയ നർത്തന ലീലകൾ ആവിഷ്കരിക്കുവാനും അവനെ സഹായിക്കുന്നതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മട്ടിലുള്ള സജീവമായ ചർച്ചയിൽ പങ്കെടുത്ത ഉച്ചയ്ക്ക് ശേഷവും ചർച്ച തുടരുന്നതാണ്. ചർച്ചയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്കുള്ള അദമ്യമായ ആഭിമുഖ്യവും സ്നേഹവും അറിയിച്ചുകൊണ്ട് വെറും ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി ഈ പരിപാടിയുടെ ഇടയ്ക്ക് കയറി വന്നിട്ട് മര്യാദയുടെ ഒരു ചെറിയ ലംഘനം കാണിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളുടെ അനുവാദത്തോടെ അറിയിച്ചുകൊണ്ട്